ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളിലെ നടപടിക്രമങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉപകരിക്കും വിധം ലഘൂകരിക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തൃശൂർ ജില്ലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. പരാതികൾ നൽകുന്ന ദിവസം തന്നെ സ്വീകരിച്ച് വേണ്ടതായ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ പരാതി സ്വീകരിക്കുന്നതിനു തന്നെ ഉപഭോക്താവ് 2 പ്രാവശ്യം കമ്മീഷനോ ഫീസിൽ കയറിയിറങ്ങേണ്ട ഗതികേടാണ് നിലവിലുള്ളത്. കമ്മീഷന്റെ സമയബന്ധിതമായ പ്രവർത്തനരാഹിത്യം ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന് വിഘാതമാകുകയാണെന്ന് സമ്മേളനം വിലയിരുത്തി. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടിതമായ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ഉപഭോക്തൃ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ നേരത്തെ സൂചിപ്പിച്ച സ്വാഗത പ്രസംഗത്തിലും അതുപോലെ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ ഉപഭോക്തൃ പ്രശ്നം എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ വേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്നതാണ്. സമയബന്ധിതമായി പല കാര്യങ്ങളും ഇവിടെ നടപ്പാക്കപ്പെടുന്നില്ല. അതിന് വളരെയധികം കാലതാമസം വരിക. അതിനൊരു ഉത്തമ ഉദാഹരണം നമ്മളുടെ ഉപഭോക്തൃ കമ്മീഷനുകളാണ്. അതായത് ഉപഭോക്തൃ കമ്മീഷനുകളിൽ ജില്ലാ തലം മുതൽ ദേശീയ തലം വരെയുള്ള ഉപഭോക്തൃ കമ്മീഷനുകളിൽ പരാതി കൊടുത്താൽ നിയമാനുസൃതം 90 ദിവസത്തിനുള്ളിൽ അത് പരിഹരിച്ച് കിട്ടണമെന്നാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, വർഷങ്ങളായിട്ട് അവിടെ പരാതികൾ കെട്ടിക്കിടക്കുക, ഒരു പരിഹാരമില്ലാതെ കെട്ടിക്കിടക്കുക. അതുകൊണ്ട് നമ്മളുടെ ഉപഭോക്താക്കൾക്ക് നീതി ലഭിക്കുന്നില്ല. അത് വലിയൊരു വീഴ്ചയാണ്, അതോറിറ്റീസിന്റെ വലിയൊരു വീഴ്ചയാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അടുത്ത 24-ാം തീയതി, ഈ വരുന്ന 24-ാം തീയതി ദേശീയ ഉപഭോക്തൃ ദിനത്തിൻ്റെ അന്ന് നമ്മളുടെ ജില്ലാ കമ്മീഷൻ അവർ വിളിക്കുന്നത് ഉപഭോക്തൃ കോടതി എന്നാണ്. ഇപ്പോഴും ഒരു ഉപഭോക്തൃ കോടതി എന്നാണ് പറയുന്നത്. ഈ ആളുകൾ തന്നെ ഉപഭോക്തൃ കോടതി എന്നാണ് പറയുന്നത്. പക്ഷെ ഉപഭോക്തൃ കോടതി എന്ന് പറയുന്ന കോടതിയില്ല, ജില്ലാ കമ്മീഷനാണ്. ആ ജില്ലാ കമ്മീഷന്റെ അതോറിറ്റീസ് ഈ ദേശീയ ഉപഭോക്തൃ ദിനം ആചരിക്കുന്നുണ്ടെന്നും നമ്മളെ ക്ഷണിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപഭോക്തൃ കോടതി ദിനാചരണം നടത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കോടതിക്ക് അങ്ങനെ സാധാരണ ദിനാചരണം നടത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് വരും. അപ്പോൾ അല്ല, അതിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്നത്. അത് DSO അല്ല, ഇതുവരെ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറുടെ കീഴിലാണ് നടത്തിയത്. ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറാണ് ജില്ലയുടെ കളക്ടർ എന്നുള്ളതിന്റെ. ജില്ലാ പ്രസിഡന്റ് PV രാമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ ഉപഭോക്തൃ പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉപഭോക്തൃ കമ്മീഷനുകളിലെ ഉപഭോക്താക്കളോടുള്ള സമീപനം സൗഹൃദപരമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓൺലൈനിൽ പരാതി നൽകാനുള്ള ജാഗിരി സംവിധാനം ഫലപ്രദമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് V അനിരുദ്ധൻ, KA ഗോവിന്ദൻ, ജോയിന്റ് സെക്രട്ടറി സാലി തോമസ്, ഉഷ രാമചന്ദ്രൻ, KH സിദ്ദീഖ്, TN നമ്പീശൻ, നിഖിൽ VM എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.